കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂരിലേക്ക് തിരിച്ചു. രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് കണ്ണൂരിലേക്ക് തിരിച്ചത്. കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഇ.കെ. നായനാരുടെ വീടും അദ്ദേഹം സന്ദർശിക്കും. വീടുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, കോഴിക്കോട് ജില്ലയിൽ നിന്നും അദ്ദേഹം കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഏകദേശം 11 മണിയോടുകൂടി കണ്ണൂരിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം പഴയങ്ങാടി മടായിക്കാവ് ക്ഷേത്രത്തിലാണോ അദ്ദേഹം ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്? അതിനുശേഷമായിരിക്കുമോ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോവുക? മറ്റ് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എന്തൊക്കെയാണ്? കേന്ദ്രമന്ത്രി ആയതിനു ശേഷം ആദ്യമായി അദ്ദേഹം ഇന്നലെ രാത്രി 10 മണിക്കാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. വലിയ സ്വീകരണം ജനങ്ങളെല്ലാവരും ചേർന്ന് അവിടെ ആ എയർപോർട്ടിൽ തന്നെ നൽകിയതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. സുരേഷ് ഏട്ട എന്ന് വിളിച്ചുകൊണ്ട് അമ്മമാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആ ഒരു എയർപോർട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിൽ എത്തിയ ആ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ നായകനെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്ന് തളി ക്ഷേത്രത്തിൽ ഏകദേശം 6:45 കൂടി അദ്ദേഹം ഇന്ന് രാവിലെ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. പ്രവർത്തകരും എല്ലാവരും തന്നെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പൂർണ്ണ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി തളി മഹാദേവ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികളെല്ലാം തന്നെ പൂർണ്ണ കുംഭം നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ക്ഷേത്ര ഭാരവാഹികളോടും വിശ്വാസികളോടൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നീട് ബിജെപിയുടെ ജില്ലാ കാര്യാലയത്തിൽ അതായത് മാരാർജി ഭവനിലെത്തി പാർട്ടി പ്രവർത്തകരെ കണ്ട് സംസാരിച്ചു. സംസ്ഥാനതല നേതാക്കന്മാരുമായി ചർച്ച നടത്തി. ഇതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിസിറ്റ്, അതായത് പി വി ഗംഗാധരന്റെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തി. അവിടെ ബന്ധുക്കളുമായി സംസാരിച്ചു. പ്രഭാത ഭക്ഷണം അവിടെ നിന്നായിരുന്നു. അവിടെ പ്രഭാത ഭക്ഷണം കഴിച്ചു. അവിടെ ബന്ധുക്കളുമായി സംസാരിച്ച് അവരുമായി വിശേഷങ്ങൾ പങ്കുവച്ചതിന് ശേഷമാണ് ഏകദേശം അല്പസമയം മുമ്പ് ഏകദേശം 8:45 കൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. കണ്ണൂര് ആദ്യമായി അദ്ദേഹം എത്തുന്നത് മാടായി ദേവീക്ഷേത്രത്തിലാണ്. അവിടെയാണ് അദ്ദേഹം ആദ്യം ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം 12 മണിയോടുകൂടി മാടായി ക്ഷേത്രത്തിലെത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് അടുത്തത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പോവുക. അവിടെ മുത്തപ്പനെ കണ്ട് വണങ്ങിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് ഇ.കെ. നായനാരുടെ വീട് സന്ദർശിക്കും. അവിടെ ബന്ധുക്കളുമായി അദ്ദേഹത്തെ സംവദിക്കും. അതായത് ഇ.കെ. നായനാരുടെ വീട് സന്ദർശിച്ച അദ്ദേഹം ബന്ധുക്കളുമായി എല്ലാം തന്നെ സംസാരിക്കും. അതിനുശേഷമാണ് പിന്നീട് കണ്ണൂർ നഗരത്തിലേക്ക് അദ്ദേഹം വരിക. തുറന്ന പയ്യാമ്പലം ബീച്ചിലെത്തി മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. അത് ഏറ്റവും പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാവും എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിലെ ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചും മറ്റ് സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചും ഏറെ കാലത്തെ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരമൊരു ശുഭമുഹൂർത്തം വന്നെത്തിയിരിക്കുന്നത്. കാരണം തങ്ങളുടെ ഒരു പ്രിയ നേതാവ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അതിന്റെ ആഘോഷം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്ന് തന്നെ കണ്ടതാണ്. അന്ന് മുതൽ ഇന്നോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ പ്രവർത്തകരെല്ലാവരും തന്നെ ചേർന്നുകൊണ്ടായിരിക്കും മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിന്റെ അവിടെ പയ്യാമ്പലത്ത് ആ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം അദ്ദേഹം പിന്നീട് സന്ദർശിക്കുന്നത് ഏകദേശം 5 മണിയോടുകൂടി അദ്ദേഹം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തും. നമുക്കറിയാം ഈ സമയം കൊട്ടിയൂർ ശിവക്ഷേത്രത്തെ സംബന്ധിച്ച് ഇതാണ് അക്കരെ കൊട്ടിയൂരിലെ ഉത്സവ സമയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എല്ലാ വർഷവും പോകാറുള്ളതാണ്. അത് തുടർച്ചയായി തന്നെ അദ്ദേഹം ഈ വർഷവും അവിടെ പോകും. അവിടെ ഉത്സവ സമയമാണ്. അദ്ദേഹം ഇന്ന് ഏകദേശം ഒരു 5 മണിയോടുകൂടി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തും. അവിടെ ദർശനത്തിന് ശേഷം പിന്നീട് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്, അത് തളിപ്പറമ്പാണ്. അവിടെ ഏകദേശം 7 മണിയോടുകൂടി എത്തി ദർശനം നടത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക്
മടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ വാടിക്കൽ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ വീട് നാളെ സന്ദർശിക്കും. നാളെ അതാണ് ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടുള്ളത്. അതായത് സോണിൽ ഇന്നും നാളെയും അദ്ദേഹം കണ്ണൂരിൽ ഉണ്ടാകും. അദ്ദേഹം നേരത്തെ MT രമേശ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണ് ഔദ്യോഗികവും. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിപാടികളില്ല എങ്കിലും മഹാരാജ് സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. വാടിക്കൽ രാമകൃഷ്ണന്റെ കുടുംബങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പിന്നെ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ക്ഷേത്ര ദർശനം. അത് തളി ക്ഷേത്ര ദർശനത്തോടെ തന്നെയാണ് ആരംഭം കുറിച്ചത്. മഹാദേവനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മടായിക്കാവിൽ അമ്മയെ കാണാൻ യാത്ര തിരിച്ചിരിക്കുന്നത്. അങ്ങനെ തിരക്കിട്ട പരിപാടികൾ തന്നെയാണ്. സ്വകാര്യ സന്ദർശനങ്ങളും ക്ഷേത്ര ദർശനവുമായി 2 ദിവസം അദ്ദേഹം കണ്ണൂരിൽ ഉണ്ടാകും അല്ലേ? അത് KP, ഇന്നും നാളെയും അദ്ദേഹം കണ്ണൂരിലുണ്ട്. കണ്ണൂരും കോഴിക്കോടെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ആത്മബന്ധം ഈ 2 ജില്ലകളോടും കൂടുതലുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ആത്മീയമായിട്ടുള്ള ബന്ധമാണ് ഈ 2 ജില്ലകളോടുമുള്ള. അദ്ദേഹം നിരന്തരം സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ തന്റെ ഈ വിജയത്തിന് പിന്നിൽ ദൈവത്തിന്റെ കൂടി ഒരു അനുഗ്രഹമുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു പദവി ലഭിച്ചതിന് ശേഷം ഭഗവതിയെയും കണ്ട് വണങ്ങുക എന്നുള്ള കാര്യം. അത് അദ്ദേഹം കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തീർത്തും പേഴ്സണൽ വിസിറ്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. പക്ഷേ രാഷ്ട്രീയ പരിപാടികളായിട്ട് വെറും 2 പരിപാടികൾ മാത്രമേ ഈ അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ ഇന്നും നാളെയുമായിട്ടുള്ളൂ എന്നുള്ളതും ഏറ്റവും പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിലൊന്ന് മാരാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും വാടിക്കൽ രാമകൃഷ്ണന്റെ ബന്ധുക്കളുമായി അവരെ കണ്ട് സംസാരിക്കുന്നതുമാണ്. ഈ 2 രാഷ്ട്രീയ പരിപാടികളായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ MT രമേശ് ഉൾപ്പെടെ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രങ്ങളിലെ ദർശനമാണ് പ്രധാനമായിട്ട് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് തികച്ചും പേഴ്സണൽ വിസിറ്റ് ആണ് എന്നുള്ളത് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താൻ എപ്പോഴും അടുത്തു നിർത്തുന്ന അല്ലെങ്കിൽ തന്റേതായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം ഇനിയും എത്തും എന്നുള്ളതാണ്. കാരണം പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരളത്തെ തന്നെ വലിയ തോതിൽ വികസിപ്പിക്കാനുള്ള പല പദ്ധതികൾ കേന്ദ്രം നടപ്പിലാക്കാനിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി അതിൻ്റെതായിട്ടുള്ള അദ്ദേഹം ആ പൊസിഷനിൽ ഇരിക്കുന്ന ആ ചെയറിൽ വെച്ച് സംസാരിക്കാമെന്ന് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള വിസിറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മാത്രമേ താൻ അത്തരം കാര്യങ്ങളിൽ മാത്രമേ താൻ പ്രതികരിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ്. സോണിൽ, രാവിലെ ഈ തളി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ദർശനത്തിന് എത്തുമ്പോൾ പുലർച്ചെ മുതൽ തന്നെ വലിയ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം അപാലവൃന്ദം ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, പ്രിയപ്പെട്ട MP, പ്രിയപ്പെട്ട മന്ത്രിയെ ഒരു നോക്ക് കാണാൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവരൊക്കെയും സന്തോഷം പ്രകടിപ്പിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം, ആ പ്രഭാവത്തെ അടുത്ത് കാണുക, അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുക എന്ന് തന്നെയാണ്. വലിയ ആൾക്കൂട്ടം ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും ആൾക്കൂട്ടം വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ കണ്ണൂരിലേക്ക് പോകുമ്പോൾ മാടായിക്കാവിലും പറശ്ശിനിക്കടവിലും പിന്നീടുള്ള ഔദ്യോഗിക പരിപാടികളിലും ഒക്കെയും വലിയ ആൾക്കൂട്ടം തന്നെ സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടം ഒരുപക്ഷെ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും അല്ലേ? KP, പ്രധാനമായി പറയേണ്ടത് കേരളത്തിൽ ഉടനീളമുള്ള മലയാളികൾ ഉൾപ്പെടെ ആഗ്രഹിച്ച ഒരു വിജയമാണ് സുരേഷ് ഗോപിയുടേത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിജയിച്ച ദിവസം കേരളത്തിലുടനീളം വലിയ ആഘോഷ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പാർട്ടി പ്രവർത്തകർക്ക് പുറമെ സാധാരണക്കാർ ഉൾപ്പെടെ ആ ഒരു ആഘോഷം, ആ ഒരു വിജയം ആഘോഷമാക്കി തീർക്കുന്ന കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ജനം TVയിലൂടെയും ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചതാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നേതാവ്, ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം വിജയിച്ചു കയറുന്നു. അപ്പൊ ആ ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ആ കണ്ണുകളിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ആദ്യമായി മന്ത്രിപദം ഏറ്റ് കേരളത്തിലെത്തുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ഓരോ വ്യക്തിയുടെയും കണ്ണിന് നമ്മൾ ആ ഒരു തിളക്കം കണ്ടതാണ്. പ്രതീക്ഷയുടെ തിളക്കം അത് അവരുടെ കണ്ണുകളിൽ നിന്ന് നമ്മൾ ദൃശ്യമായതാണ് എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സുരേഷേട്ട എന്ന് വിളിച്ച് കണ്ണു നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച അത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. കാരണം അമ്മമാരും ചേച്ചിമാരും ഏട്ടന്മാരും
കുട്ടികളും ഉൾപ്പെടെ വിമാനത്താവളത്തിലെത്തി ആവേശഭരിതരായിക്കൊണ്ട് അവർ പറയുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയ നേതാവിനെ അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ച, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു സ്ഥിതി ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഇന്ന് രാവിലെ തളി ശിവക്ഷേത്രത്തിലും ഉണ്ടായത്. കാരണം അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, ഭക്തരുണ്ടായിരുന്നു. അതിനു പുറമെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ട് അവരെത്തുന്നു. സുരേഷ് ഗോപിയെ ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കണ്ട് ആശംസ പറയാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്, ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതാണ്. അതേ സംഭവം, അതേ സമാന രീതി തന്നെയായിരിക്കും കണ്ണൂരിലും ആവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പെല്ലാം തന്നെ കണ്ണൂരിൽ സുരേഷ് ഗോപി എത്തുന്ന സമയത്ത് വലിയ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. അത് സമാനമായ രീതിയിൽ ഇന്നും അദ്ദേഹം എത്തുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും മറ്റും അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളുടെ ഒരു പ്രത്യേക ആത്മീയമായിട്ടുള്ള ഇടമാണ്. എന്നും വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ് ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി. തൃശൂർ പൂര വിഷയമെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മറ്റ് നേതാക്കന്മാർ ചമഞ്ഞവരെല്ലാം തന്നെ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പൂരത്തിന്റെ പരമോന്നത അല്ലെങ്കിൽ പൂരത്തിന്റെ ആ ഒരു പവിത്രത നിലനിർത്താൻ വേണ്ടി കളത്തിലിറങ്ങി പൂരപ്പറമ്പിലിറങ്ങി പോരാടിയ ഒരു മനുഷ്യൻ, ആത്മീയതയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ഒപ്പം നിന്ന് പോരാടിയ ഒരു മനുഷ്യൻ, തങ്ങളുടെ പ്രിയ നേതാവ് അദ്ദേഹം വിജയിച്ചു കയറിയ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു നോക്ക് കണ്ട ആശംസ അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് തടിച്ചു കൂടുന്നത് അത് വലിയ വിഷയം തന്നെയാണ്. അത് കണ്ണൂരിലും ഉണ്ടാകും, കോഴിക്കോടിനും മലപ്പുറത്തും ഉണ്ടായ സമാന രീതി അത് കണ്ണൂരിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. KP സോണൽ, അത് തന്നെയാണ്. രാവിലെ മുതൽ നമ്മളത് കണ്ടതാണ്, കേട്ടതാണ്. കാരണം അവരൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളടക്കം ഒരേ സ്വരത്തിൽ പറഞ്ഞത് അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന ആ ഒരു ഹൃദയബന്ധം, അദ്ദേഹം മലയാളത്തോട് കാണിക്കുന്ന നമ്മുടെ സാംസ്കാരിക തനിമയോട് കാണിക്കുന്ന ആ ഒരു ബന്ധം, അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രമേൽ ഇഷ്ടപ്പെടാൻ കാരണം. അദ്ദേഹം ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം. ഒരു താമര വിരിയിച്ചിരിക്കുന്നു. ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തി അദ്ദേഹം മന്ത്രിപദം അലങ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കൊക്കെയും വലിയ പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷ ഒരിക്കലും വ്യഥാവിലാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും അവർ പറഞ്ഞു വെക്കുമ്പോൾ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിത്വത്തെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ, അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ എത്രത്തോളം മലയാളികൾ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മാടായിക്കാവിലേക്ക് പോകുമ്പോഴും അവിടെയും അതുകൊണ്ട് തന്നെ വലിയ ജനാവലി അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പറശ്ശിനിക്കടവിലേക്ക് പോകുമ്പോഴും സ്ഥിതി വിഭിന്നമല്ല. അത്തരത്തിൽ ഒരു ജനകീയ നേതാവിൻ്റെ പരിവേഷം, വലിയ ആൾക്കൂട്ടത്തെ വരവേൽക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് കോഴിക്കോടും കണ്ണൂരും മാത്രമല്ല. എനിക്ക് തോന്നുന്നു കണ്ണൂരിലേക്ക് എത്തുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം അയൽ ജില്ലകളിൽ നിന്നടക്കം ഒരുപാട് പേർ അവിടേക്ക് ഒഴുകിയെത്താനുള്ളൊരു സാധ്യതയുമുണ്ടല്ലേ? കേരളത്തിലുടനീളം, അതായത് കേരളത്തിലെ മലയാളികൾക്ക് എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു ആക്ടർ എന്നുള്ള നിലയിലെല്ലാം തന്നെ ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇന്ന ജില്ല എന്നുള്ളതില്ല, എല്ലാ ജില്ലയിലെ ആളുകൾക്കും സുരേഷ് ഗോപിയുമായിട്ട് അഗാധമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾ ഇതിനു മുൻപും ഒരുപാട് വാർത്തകൾ പല ജില്ലകളുമായി കേന്ദ്രീകരിച്ച് ചെയ്തതാണ്. കാരണം താൻ അധ്വാനിക്കുന്ന ആ ഒരു തുകയിൽ നിന്ന് ഒരു പങ്ക് അത് മലയാളികൾക്കും സഹായം ആവശ്യപ്പെടുന്നവർക്കും വേണ്ടി മാറ്റിവെക്കുന്ന തങ്ങളുടെ ഒരു പ്രിയ നേതാവ്. അദ്ദേഹം രാഷ്ട്രീയ മുഖത്ത് സജീവമാകുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ടാവുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലൊരു നേതാവിനെയാണ് തങ്ങൾ കാത്തിരുന്നത്, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, തങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നേതാവിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന ഒരു സ്ഥിതി തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ അതിനെ മാറ്റുകൂട്ടുന്നതാണ്. കാരണം വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അവിടെ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിച്ച, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുന്നത് ആണ്. പ്രായമായ അമ്മമാരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് മോൻ ജയിക്കും, മോൻ ഞങ്ങളെ എല്ലാം നോക്കണമെന്ന് പറഞ്ഞ ആ മധുരമേറിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ടതാണ്. അത്തരം 1000-ഓളം അമ്മമാരെ തങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം
ജനം ടിവിയോട് പ്രതികരിച്ച സുരേഷ് ഗോപിയുടെ അനുജൻ സുഭാഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരത്തിലുള്ള അമ്മമാരെ ഒരുപാട് ഞങ്ങൾ കണ്ടു. കാരണം തങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് വന്നിരിക്കുന്നു, അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് പറയുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി ജയിച്ചു വന്ന ഒരു നേതാവ്, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എന്നും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു നേതാവ്, ആ നേതാവ് മുൻനിരയിലേക്ക് വരുന്നു. അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചും ഏറ്റവും സ്വപ്നതുല്യമായിട്ടുള്ള നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാം, ഒരുപാട് ബലിദാനികൾ ഉണ്ടായിട്ടുള്ള മണ്ണാണ്. അത് പ്രധാനമന്ത്രി വരെ സൂചിപ്പിച്ച പരാമർശം നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ബലിദാനികൾ ജീവൻ അർപ്പിച്ച ഒരു മണ്ണ്, ആ മണ്ണിൽ നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു. ഞങ്ങളുടെ താമര വിരിയിക്കാനുള്ള നിരന്തരമായ പോരാട്ടം നടത്തുന്നു. അതിനൊടുവിൽ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് അവിടെ കേരളത്തിൽ നിന്ന്. ശരി, ഏതായാലും സോണൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. മടായിക്കാവിലാണ്, പഴയങ്ങാടി മടായിക്കാവിലാണ് അദ്ദേഹം ഏകദേശം 12 മണിയോടെ എത്തുക. അവിടുത്തെ ദർശനത്തിന് ശേഷം പിന്നീട് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര സന്നിധിയിലേക്കും പോകും. 2 ദിവസമാണ്, ഇന്നും നാളെയുമാണ് അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവുക. വലിയ സ്വീകരണമാണ്, വലിയ വരവേൽപ്പ് തന്നെയാണ് ഇവിടെയും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോണൽ കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്.